കഴിഞ്ഞ വർഷം പിന്നെ നാമ്പിദിനമായതുകൊണ്ട് നമുക്കത് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ വർഷം അത് പറയാൻ പറ്റുന്നില്ല. വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ പിന്നെ ഇന്ന് വീട്ടിലോട്ട് ഇന്ന് വൈകുന്നേരം വന്ന് എല്ലാരെയും കൂടെ വിളിക്കാന്നും പറഞ്ഞ പാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഉച്ച ഊണിന് ഇവിടെ എത്തിയേ പറ്റത്തുള്ളൂ. എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുക. ജഹറകിലം സിറകിലം ജന്നാത്ത് ജഹന്നമാലം അതിനാണ് ദാഹം വെക്കാന്ന് അല്ലേ ദാഹം വെക്കാന്ന് പറഞ്ഞല്ലേ അല്ലെ മരിച്ചവർക്ക് വേണ്ടി അച്ഛനും മോനും വേണ്ടി വെച്ചല്ലേ. എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു മൊഞ്ച് അലൻ കൃഷ്ണൻ അവന് മദ്രസയിലെ ദഫിന് പങ്കെടുക്കണം. അവൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ആ ദഫ് മത്സരത്തിന് പങ്കെടുക്കുന്ന മനോഹര കാഴ്ച. എന്താ എൻ്റെ ഒരു ഭംഗി കണ്ടിരിക്കാൻ തന്നെ. ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തെല്ലാം കാഴ്ചയാണ്, വർണ്ണാഭമായ കാഴ്ച, ഹൃദയത്തിന് കുളിരേകുന്ന. അടുത്ത നോക്കിയേ, ഇത് ഏതാ സന്തോഷക്കണ്ടി സന്തോഷ ചിരി എന്നൊക്കെ പറയുന്ന പോലെ ഈ മനുഷ്യരിങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് ഭിന്നിച്ചു പോകുന്ന കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം, നമ്മുടെ നാട് പോലെ ഒരു നാടില്ലടാ ഈ ലോകത്ത്. നമ്മുടെ നാട് പോലെ ഇങ്ങനെ സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യരുള്ളൊരു നാടും ലോകത്ത് എവിടെയും കാണത്തില്ല. ആ നമ്മളിങ്ങനെ ഹൃദയം അകന്നകന്ന് പോകുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യർ കൂടുതൽ ഇഴയടുപ്പം വരുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത സന്തോഷമാണ്. ഓഹ്, എന്താ എൻ്റെ ഒരു ഭംഗി. മനുഷ്യരാണ് നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ സ്നേഹവും ഈ സൗഹൃദവും സൗഹാർദ്ദമൊക്കെ എന്നും പോണം. നമ്മൾ ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് മനോഹരം. ഒരു പൂങ്കാവനത്തിൽ, അതായത് ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂ മാത്രം ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. പല വർണ്ണാഭങ്ങളായ പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ കാഴ്ചക്കത്ര മനോഹരിത ഉണ്ടാകുക. ഇതൊരു സന്തോഷമാണല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും പങ്കുവെക്കലും. അതൊക്കെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയില്ല, ഹൃദയം തൊട്ട സ്നേഹമാണ്. ഇത് നോക്കിയേ, മനുഷ്യരുടെയൊക്കെ എന്ത് രസമുള്ള കാഴ്ചയാണ്. ഔ, എന്താ എൻ്റെ രസം. നിബിദിൻ്റെ നാളിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ റോഡിലൊക്കെ ഭയങ്കര ചളിയായിരുന്നു. കുട്ടിയുടെ ഷൂസിൽ ചെളി പറ്റിയപ്പോഴൊക്കെ കുട്ടി പറഞ്ഞു, ചേച്ചി ഒരു തുണി തരുമോ തുറക്കാൻ. അപ്പം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ ചേച്ചി ഓടി വന്നിട്ട് നോക്കിയേ, സ്വന്തം മോനെ പോലെ, സ്വന്തം മോൻ്റെ ഒരു പ്രശ്നം പോലെ പരിഹരിച്ചു കൊടുക്കാണ്. ചേച്ചിയെ ഇതുവരെ കണ്ടിട്ടില്ല. ബിഗ് സല്യൂട്ട്. പേരെന്താ പറയാ? വിഷ്ണുവേ, അടിപൊളി പൊളി പൊളി സൂപ്പർ.